friends, welcome back to amiZCookandCraft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കുന്നതെന്നാണ്. ഈ ഒരു കറി നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്നതിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുടംപുളി കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവമായ മത്തി ഇവിടെ കഴുകി ക്ലീനാക്കി ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് ഈ ഒരു മത്തിയിലേക്ക് തേച്ച് കൊടുക്കണം. ഇതേപോലെ ഓരോ മത്തിയായിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് പേസ്റ്റ് തേച്ച് കൊടുക്കുക. മത്തിയുടെ ഉള്ളിലും ആ വരഞ്ഞ ഭാഗത്തും എല്ലായിടത്തും തേച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻ കായം പരട്ടണ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാ മത്തിയിലും ഇതേപോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ആ മീൻ കായൊക്കെ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുടംപുളി ഉണ്ടല്ലോ, അത് മീനിൻ്റെ ഇടയിൽ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു വാഴയില വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ഈ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡിൽ ഇതേപോലെ ചാറ് ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി മീനിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, പഞ്ഞിമീൻ എന്നാണ് നമ്മളിവിടെ ഒക്കെ പറയുക, അതിലും കുറച്ച് മസാല തേച്ചിട്ട് മീനിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് തക്കാളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി ഇത് ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു വിസിലും കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. വാഴലോട് കൂടി തന്നെ സെർവ് ചെയ്യുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ട് നമ്മളത് ചെയ്ത്, നമ്മൾ സാധാരണ മത്തിക്കറി വയ്ക്കുന്ന ഒരു പണിയില്ല, വളരെ എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല സ്പൈസി കൂടിയിട്ടാണ്. എന്തായാലും ഇഷ്ടമാവും. കുറച്ച് പുളി കൂടി ഉണ്ടാവും. നമ്മൾ പുളിയും തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഈ മത്തിക്കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. സ്റ്റേ സേഫ് അറ്റ് ഹോം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.